ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈശാനകോണം എന്ന് പറയുമ്പോൾ ഒരു വീടിനെ 9 തിരിക്കുമ്പോൾ, അതായത് 8 ദിക്കും ഒരു ബ്രഹ്മസ്തവനും, അങ്ങനെ കറക്റ്റ് 9 ഭാഗങ്ങളായിട്ട് തിരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമുള്ള ദിക്കെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗം തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശരീരം അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മളുടെ ഹെഡാണ്, നമ്മുടെ തലയാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് കൈയില്ലെങ്കിലും ജീവിക്കാം, കാലില്ലെങ്കിലും ജീവിക്കാം, തലയില്ലെന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ വ്യക്തി ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ അത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ് ഈശാനകോണം എന്ന് പറയുന്ന ഭാഗം. അപ്പം നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ച് എല്ലാ വീട്ടിലും വടക്ക് കിഴക്കെന്ന് പറയുന്ന ഭാഗത്ത് വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. അതിൽ പ്രധാനപ്പെട്ട 2 നെഗറ്റീവുകൾ എന്ന് പറയുന്നത് ഒന്ന് ടോയ്ലറ്റും ഒന്ന് സെപ്റ്റിക് ടാങ്കുമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, നമ്മൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും മുന്നോട്ട് ഒരിതില്ല, ഗൃഹനാഥനെയും മൂത്ത മകനെയും അത് ബാധിക്കുന്നൊരവസ്ഥ, ഇവയെല്ലാം സെപ്റ്റിക് ടാങ്ക് മൂലം ഉണ്ടാകും. ഇതേ പ്രശ്നം തന്നെയാണ് ടോയ്ലറ്റ് ആയാലും അവിടെ വരുന്നത്. ടോയ്ലറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വീടിൻ്റെ അകത്ത് വടക്ക് കിഴക്ക് മൂലയിൽ വന്നാലും വീടിൻ്റെ പുറത്ത് വടക്ക് കിഴക്ക് മൂലയിൽ വന്നാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലർ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വലിയ നിർമ്മിതികൾ, ഇപ്പോൾ ഞാൻ അടുത്ത സമയത്തായിട്ടൊരു കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് അവർ വീട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ വീട് ഇങ്ങനെ വെച്ച് അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഗൾഫിലായിരുന്നു, നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടായി. പുള്ളി നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നാട്ടിലുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ നിൽക്കേണ്ട, ഒരു ഷോപ്പ് ചെയ്യാം. റോഡ് സൈഡിനോട് ചേർത്തിട്ടാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഷോപ്പ് പണിയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കി വെറുതെ ഇരിക്കേണ്ടല്ലോ, ഒരു കച്ചവടമായിട്ടിരിക്കാം എന്നുള്ളത് അവർ കരുതി അവരെന്ത് ചെയ്തു, വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അവരൊരു ബിൽഡിങ് പണിഞ്ഞു. ഒരു 2 നില ബിൽഡിങ് പണിഞ്ഞു. അവരതിനകത്ത് ബിസിനസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. കുറേശ്ശെ അവരുടെ ലൈഫ് താഴോട്ട് വരാൻ തുടങ്ങി. അവരുടെ സാമ്പത്തികമെല്ലാം കുറേശ്ശെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് തുടങ്ങി. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഫുള്ള് മറച്ചുകൊണ്ടാണ് ഇവർ ഈ ബിൽഡിങ് പണിഞ്ഞതും അവിടെ താമസമാക്കിയതും അവിടെ കച്ചവടം തുടങ്ങിയതും. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം, അതായത് ഇപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം എത്രത്തോളം പിടയ്ക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാന്തിക ഊർജ്ജം സ്വീകരിക്കാൻ പറ്റാതെ വീടിൻ്റെ വളർച്ച നഷ്ടപ്പെട്ടു. അത് അവരുടെ തൊഴിൽ മേഖലയിലും മറ്റും ബാധിക്കാൻ തുടങ്ങി. ക്രമേണ ഒത്തിരി പ്രോബ്ലങ്ങൾ അവർക്കായി. അപ്പം അത്തരത്തിൽ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു നിർമ്മിതികളും നല്ലതല്ല. അപ്പം ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് നോക്കിക്കണ്ട് ചെയ്തു കഴിഞ്ഞാൽ, അതായത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കെട്ടിടം പണിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തെ വർക്കായിരിക്കും, അല്ലെങ്കിൽ 1 വർഷത്തെ വർക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഒരു വാസ്തുവിനെ വിളിച്ച് ഇതൊന്ന് കാണിച്ച് ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പാകപ്പിഴകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു 3 മണിക്കൂർ നമ്മളത് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയോ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.